എന്തെല്ലാം ഉഷാറല്ലേ? പിന്നെ 5:09 ടൈം കണ്ടില്ലേ? രാവിലത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടി കഴിഞ്ഞ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുക. സാധാരണ ഇവിടുന്നാണ് ഭക്ഷണം സാധാരണ കഴിക്കൽ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സാധനം എടുത്തതിന് മുന്നേ ഇന്നത്തെ സുപ്രഭാത ഭക്ഷണം എന്തെന്നറിയാം. നല്ല ഓംപ്ലേറ്റ്, ഒരു ജൈത്തൂൻ ഓയിലൊക്കെ ഇട്ടൊരു പ്രത്യേക തരം ഓംപ്ലേറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കതിരകൾ, ഇതിന് കൂടെ കഴിക്കുന്ന വിഭവങ്ങളാണ്. പിന്നെ ഇന്നലെ ഇതിനിടയ്ക്കൊരു വീഡിയോസിലും കാണിച്ചിനി രാത്രി കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ. നമ്മളെ ദേശീയ ഭക്ഷണം കുബൂസ്. അത് കഴിഞ്ഞ് ഇങ്ങനെ വരും. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചെന്നാണ്. ജാഫിർ ഒരു എള്ളിൻ്റെ ഒക്കെ ഒരു വിഭവമാണത്. അത് ഇങ്ങനെ വരും. ഇത് നമ്മളെ മത്തന്. എന്താ സാധനം കയറും? വൈതിരിങ്ങയാണ്. വൈതിരിങ്ങ ഉപ്പിലിട്ടിട്ട് മുളകൊക്കെ ഇട്ട് ഒരു സെറ്റപ്പാക്കി വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഈ പാത്രമാട് തേച്ച് കഴിഞ്ഞാൽ ഇന്നുപാടെ പുതിർന്ന് തുടങ്ങുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ മേത്തേലെ ഒരു കിച്ചണാണ് കേട്ടോ. അത് മുകളിലൊരു കിച്ചണാണ്. പഴയ പുരയാണ്. 50 വർഷം പഴക്കമുള്ളൊരു പുരയാണ്. ഇതാ ഇങ്ങനെ വരും. പഴിക്ക് ഒരു പുര. ഇപ്പം കണ്ടില്ലേ എപ്പോഴാ അതായത് കാരണം നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഇവിടുത്തെ ഒരു കബോർഡുകൾ, ഗ്ലാസ്സൊക്കെ വെക്കണേ. ഇത് ഭക്ഷണത്തിന് വിരിക്കുന്ന യന്ത്ര സാമഗ്രികളാണ്. ഇങ്ങനെ പോകും. ചായപ്പൊടി സ്റ്റോർ ചെയ്യുന്ന ഇല്ലേ, ചായപ്പൊടി ഉണ്ടില്ലേ, ഇത് ഇട്ട് കഴിഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇലയായി വരും. അടിപൊളി ചായപ്പൊടിയാണ്. പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം കുബൂസ്. നിങ്ങൾക്ക് അറിയോ കമൻറ്റ് കിട്ടി. ഇങ്ങനെ വരും. തൈരാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ കുറേ ജാമ് കാര്യങ്ങൾ, ജൈത്തൂന്, അങ്ങനെ ഞാൻ പറഞ്ഞ ബദിയാൻ, വൈതിരിങ്ങ അങ്ങനെ ആക്കി ചെയ്ത് ചെയ്യുക. പിന്നെ ജാമുകൾ, മറ്റു കാര്യങ്ങൾ, നാരങ്ങ, ഒരുപാട് സാധനങ്ങൾ അതിനടിയിലൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഐസ്ക്രീമിൻ്റെ വിഭവങ്ങൾ. ഇത് നമ്മളെ പാലിൻ്റെ, അതായത് നമ്മളൊരു എന്താ പറയുക, ബട്ടർ, തേനൊക്കെ വെച്ച് തിന്നുന്ന ഒരു സാധനമാണ് ഇത്. ബട്ടർ, റിയൽ ബട്ടർ. അതുകൊണ്ട് കഴിഞ്ഞ്. പിന്നെ ഇങ്ങനെ ഒരു കാര്യമാണ് ലിബൻ, മോര്, കാരക്കകളാണ്, കുബൂസ്. ഫുള്ള് ഫീസറിലുള്ള സാധനം ഉണ്ടാക്കുക. അപ്പോൾ ഇത്ര കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കാണ് നിൽക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു.